എല്ലാവർക്കും നമസ്കാരം. ഞാൻ ആനന്ദ് ചന്ദ്രശേഖരൻ. ഇന്ന് നമ്മൾ മനോഹരമായ ഒരു കഥയാണ് കേൾക്കുവാൻ പോകുന്നത്. ഈ കഥ യഥാർത്ഥത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് കഠോപനിഷത്തിൽ ആണ്. ഒരുപാട് അർത്ഥതലങ്ങളുള്ള ആഴമേറിയ ചിന്തകൾക്ക് വഴിയൊരുക്കുന്ന അനവധി കാര്യങ്ങളും മൂല്യങ്ങളും ഈ കഥയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. തൻ്റെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ലഭിക്കുവാനായി യമദേവനെ തേടിപ്പോയ നചികേതസ് എന്ന ബാലൻ്റെ കഥയാണ് നമ്മൾ കേൾക്കുവാൻ പോകുന്നത്. പണ്ട് വാജശ്രവസ് എന്നു പേരുള്ള ഒരു മുനി ജീവിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേര് നചികേതസ് എന്നായിരുന്നു. തൻ്റെ അച്ഛനായ വാജശ്രവസ് നിത്യവും നടത്താറുള്ള യാഗങ്ങളും യജ്ഞങ്ങളുമെല്ലാം കണ്ടാണ് നചികേതസ് വളർന്നത്. നന്നേ ചെറുപ്പത്തിൽ തന്നെ അറിവ് നേടുവാനുള്ള അതിയായ ആഗ്രഹം അവനുണ്ടായിരുന്നു. എന്നാണ് തനിക്കും യാഗങ്ങൾ നടത്തുവാൻ പറ്റുക എന്നും എന്നാണ് തന്നെയും ഇതെല്ലാം പഠിപ്പിക്കുക എന്നും നചികേതസ് വാജശ്രവസിനോട് നിത്യവും ചോദിക്കുക പതിവായിരുന്നു. അങ്ങനെ വാജശ്രവസ് നന്നേ ചെറുപ്പത്തിൽ തന്നെ നചികേതസിനെ ഗുരുകുലത്തിൽ ചേർത്തു. യോഗ്യനായ ഗുരുവിൻ്റെ കീഴിൽ ഗുരുകുലത്തിൽ താമസിച്ച് നചികേതസ് മന്ത്രങ്ങളും വേദങ്ങളുമെല്ലാം പഠിക്കുവാൻ ആരംഭിച്ചു. എല്ലാം വളരെ പെട്ടെന്ന് ഗ്രഹിക്കുവാൻ കഴിവുണ്ടായിരുന്ന നചികേതസ് അധികം വൈകാതെ തന്നെ ഗുരുകുലത്തിലെ മികച്ച വിദ്യാർത്ഥിയായി മാറുകയും ചെയ്തു. അങ്ങനെയിരിക്കെ ഒരു നാൾ കൂട്ടുകാരുമൊത്ത് കന്നുകാലികളെ മേയ്ക്കുമ്പോൾ ഒരു പശു പുല്ല് മേയാതെ കിടക്കുന്നത് കണ്ട് നചികേതസ് കൂട്ടുകാരോട് ചോദിച്ചു, ഈ പശുവിന് എന്താണ് സംഭവിച്ചത്? എന്താ ഇവൾ മറ്റ് പശുക്കളെ പോലെ ആഹാരമൊന്നും കഴിക്കാത്തത്? കൂട്ടുകാരൻ നചികേതസിനോട് പറഞ്ഞു, ഈ പശു വളരെ വയസ്സായിരിക്കുകയാണ്, അവൾ അതീവ ക്ഷീണിതയാണ്. നചികേതസ് പറഞ്ഞു, വയസ്സാവാതിരിക്കുമായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു അല്ലേ? കൂട്ടുകാരൻ പറഞ്ഞു, സ്വർഗത്തിൽ ആർക്കും വയസ്സാവുകയില്ല, അവിടെ രോഗമോ കഷ്ടപ്പാടുകളോ ഒന്നും തന്നെയില്ല. ഇത് കേട്ട് എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക എന്ന് നചികേതസ് ചോദിച്ചു. അതിന് ഉത്തരം കൂട്ടുകാർക്ക് ആർക്കും തന്നെ അറിയില്ലായിരുന്നു. ഗുരുകുലത്തിൽ ഒരു മാൻപേട എപ്പോഴും നചികേതസിന്റെ കൂടെ നടക്കുമായിരുന്നു. നചികേതസ് ആ മാനിനെ ഓമനിച്ച് വളർത്തി. എന്നാൽ ഒരു ദിവസം ആ മാൻ അനങ്ങാതെ കിടക്കുന്നത് കണ്ട് മാനിനെ എണീപ്പിക്കുവാൻ നചികേതസ് ശ്രമിക്കുമ്പോൾ അവൻ്റെ കൂട്ടുകാർ നചികേതസിനോട് പറഞ്ഞു, ആ മാൻ ചത്തുപോയി, ഇനി അത് എണീക്കുകയില്ല. നചികേതസ് 5-6 വയസ്സ് മാത്രമുള്ള ഒരു കുട്ടിയാണ് എന്ന് നിങ്ങൾ ഓർക്കണം. നചികേതസ് കൂട്ടുകാരോട് ചോദിച്ചു, ചത്തുപോയി എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? കൂട്ടുകാർ അവനോട് പറഞ്ഞു, ചത്തുപോയി എന്നാൽ പ്രാണൻ ഈ ശരീരം വിട്ടു പോയിരിക്കുന്നു എന്നാണ് അർത്ഥം. ഇത് ഇപ്പോൾ ഒരു ജഡം മാത്രമാണ്, ജീവനില്ലാത്ത ശരീരം മാത്രം. ഇത് കേട്ട് വിഷമിച്ച നചികേതസിനോട് ഒരു കൂട്ടുകാരൻ പറഞ്ഞു, വിഷമിക്കേണ്ട നചികേതസ്, ജനിച്ചാൽ ഒരു നാൾ മരണം ഉറപ്പാണ്. എല്ലാവരും മരിക്കും, എന്നാൽ മരണം ഒന്നിൻ്റെയും അവസാനമല്ല, പുനർജന്മം ഉണ്ടാവുകയും ചെയ്യും. ഇത് കേട്ട് മറ്റൊരു കൂട്ടുകാരൻ പറഞ്ഞു, മരണത്തോടെ എല്ലാം തീർന്നു, പുനർജന്മം ഒന്നും തന്നെയില്ല, നീ പറഞ്ഞത് തെറ്റാണ്. കൂട്ടുകാർ തമ്മിൽ തർക്കിച്ചു കൊണ്ടിരിക്കുമ്പോൾ നചികേതസ് ചിന്തിച്ചു, മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുക? ചിലർ പറയുന്നു മരണാനന്തരം ജീവിതമുണ്ടെന്ന്, മറ്റു ചിലർ പറയുന്നു മരണം എല്ലാത്തിനും അവസാനമാണെന്ന്. തൻ്റെ സംശയം ദൂരീകരിക്കുവാനായി നചികേതസ് ഗുരുവിൻ്റെ അടുത്ത് ചെന്നു. ഗുരു പറഞ്ഞു, നീ വളരെ പ്രയാസമേറിയ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത് പുത്ര. എനിക്ക് ഉത്തരം അറിയില്ല. ഞാൻ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുവാൻ ശ്രമിക്കുകയാണ്. ഓരോരുത്തരും സ്വന്തമായി തന്നെ ഉത്തരം കണ്ടെത്തേണ്ട ഒരു ചോദ്യമാണ് ഇത്. നചികേതസ് നിരാശനായി മടങ്ങി. അങ്ങനെയിരിക്കെ ഒരു നാൾ ഗുരു നചികേതസിനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, പുത്ര, നിന്റെ പിതാവ് ശ്രേഷ്ഠമായ വിശ്വജിത് യാഗം നടത്തുവാൻ പോവുകയാണ്. സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നടത്തുന്ന യാഗമാണ് അത്. യാഗം നടത്തുന്ന വ്യക്തി സ്വന്തം സ്വത്തും സർവസ്വവും ദാനമായി നൽകുന്നു. യാതൊരു ആഗ്രഹങ്ങളും ഇല്ലാതെയാകുന്ന ആ വ്യക്തി അങ്ങനെ വിശ്വത്തെ തന്നെ ജയിക്കുന്നു, അനന്തരം സ്വർഗത്തെ പ്രാപിക്കുന്നു. അതാണ് വിശ്വജിത് യാഗം. യാഗം നടക്കുമ്പോൾ നീ കൂടെ വേണമെന്ന് നിന്റെ പിതാവ് ആഗ്രഹിക്കുന്നു എന്ന് എന്നെ അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ നിനക്ക് നിന്റെ വീട്ടിലേക്ക് മടങ്ങാം. യാഗം കഴിഞ്ഞ് തിരിച്ചു വരിക. അങ്ങനെ നചികേതസ് ഗുരുകുലത്തിൽ നിന്നും യാത്രയായി. നചികേതസ് എത്തുമ്പോൾ വാജശ്രവസിന്റെ ആശ്രമത്തിൽ ദാനം സ്വീകരിക്കുവാനെത്തിയവരുടെ തിരക്കായിരുന്നു. വാജശ്രവസ് നചികേതസിനെ സ്നേഹപൂർവ്വം സ്വീകരിച്ചു. വിശ്വജിത് യാഗത്തിന്റെ ഭാഗമായി വാജശ്രവസ് ദാനമായി നൽകുന്ന പശുക്കളെ നചികേതസ് ശ്രദ്ധിച്ചു. മെലിഞ്ഞ് ഉണങ്ങിയ കറവ പറ്റിയ പശുക്കളെയാണ് വാജശ്രവസ് ദാനമായി നൽകുന്നത്. ആരോഗ്യമില്ലാത്ത ഈ പശുക്കളെ ദാനമായി ലഭിക്കുന്നതിലൂടെ ദാനം കിട്ടിയവർക്ക് ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല എന്ന് നചികേതസിന് അറിയാമായിരുന്നു. തൻ്റെ അച്ഛൻ കാണിക്കുന്നത് അധർമ്മമാണെന്ന് നചികേതസിന് മനസ്സിലായി. അധർമ്മം ആചരിക്കുന്നവരെ കാത്തിരിക്കുന്നത് സ്വർഗമല്ല, പകരം നരകമാണ്. എന്ന നരകത്തിൽ നിന്നും അച്ഛനെ ത്രാണനം ചെയ്യുന്നവൻ, അല്ലെങ്കിൽ അച്ഛനെ രക്ഷിക്കേണ്ടവനാണ് പുത്രൻ എന്ന് നചികേതസിന് അറിയാമായിരുന്നു.
വിശ്വജിത്ത് യാഗം നടത്തി കറവ പറ്റിയ പശുക്കളെ ദാനമായി നൽകി അധർമ്മം ആചരിച്ചാൽ തൻ്റെ അച്ഛൻ എത്തിപ്പെടുവാൻ പോകുന്നത് സ്വർഗത്തിലായിരിക്കില്ല, മറിച്ച് നരകത്തിലായിരിക്കുമെന്ന് നചികേതസ് ഓർത്തു. ഒരുവന് സ്വന്തമായി ഉപയോഗമില്ലാത്ത മൂല്യമില്ലാത്തവയെയല്ല ദാനമായി നൽകേണ്ടത്. അങ്ങനെ നൽകുന്നതിനെ ദാനമെന്നല്ല വിളിക്കേണ്ടത്. അവനവന് പ്രിയമായതും മൂല്യമുള്ളതും സ്വീകരിക്കുന്നവന് അതുകൊണ്ട് പ്രയോജനമുണ്ടാവുന്നവയെയും നൽകുമ്പോഴാണ് അത് ദാനമായി മാറുന്നത്. തൻ്റെ അച്ഛൻ ചെയ്യുന്ന പ്രവൃത്തി കണ്ട് നചികേതസ് പ്രതികരിക്കുവാൻ തീരുമാനിച്ചു. തൻ്റെ അച്ഛൻ്റെ പക്കൽ അധികം സമ്പത്ത് ഒന്നും ഇല്ലാത്തതിനാലല്ലേ അദ്ദേഹത്തിന് ഇത്തരം കറവ പറ്റിയ പശുക്കളെ ദാനമായി നൽകേണ്ടി വരുന്നത്? താനും അച്ഛൻ്റെ സമ്പത്ത് തന്നെയാണ്. തന്നെ ദാനമായി നൽകുന്നതിലൂടെ അച്ഛന് ശ്രേയസ് ലഭിക്കുമെന്ന് കരുതി നചികേതസ് വാജശ്രവസിനോട് ചോദിച്ചു, അച്ഛാ, എന്നെ ആർക്കാണ് ദാനമായി നൽകുവാൻ പോകുന്നത്? വാജശ്രവസ് ആ ചോദ്യം കേട്ടതായി പോലും ഭാവിച്ചില്ല. എന്നാൽ ബാലനായ നചികേതസ് അച്ഛനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു, പറയൂ അച്ഛാ, എന്നെ ആർക്കാണ് ദാനമായി നൽകുന്നത്? നചികേതസ് ഈ ചോദ്യം നിർത്താതെ ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ എല്ലാവരുടെയും മുന്നിൽ വച്ച് തന്നെ കരുതിക്കൂട്ടി അപമാനിക്കുവാനാണ് നചികേതസ് ശ്രമിക്കുന്നത് എന്ന് തെറ്റിദ്ധരിച്ച് ദേഷ്യത്തോടെ വാജശ്രവസ് പറഞ്ഞു, യമദേവനാണ് നിന്നെ ഞാൻ കൊടുക്കുവാൻ പോകുന്നത്. സാക്ഷാൽ യമനുള്ള എൻ്റെ ദാനമാണ് നീ. നചികേതസ് കൈകൂപ്പി അച്ഛൻ പറഞ്ഞത് കേട്ടുനിന്നു. എന്നാൽ താൻ ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ പറഞ്ഞുപോയ വാക്കുകളെ ഓർത്ത് വാജശ്രവസ് അടുത്ത നിമിഷം തന്നെ പശ്ചാത്തപിച്ചു. വാജശ്രവസ് നചികേതസിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ മകനെ, അച്ഛൻ അറിയാതെ പറഞ്ഞു പോയതാണ്. നീ എൻ്റെ സർവസ്വമാണ്. എന്നാൽ നചികേതസ് പറഞ്ഞു, വാക്ക് സത്യമാണ് അച്ഛാ. അങ്ങ് എന്നെ യമന് ദാനമായി നൽകുകയാണ് എന്ന പറഞ്ഞ സ്ഥിതിക്ക് അങ്ങ് അങ്ങനെ ചെയ്യുക തന്നെ വേണം. വാജശ്രവസ് പറഞ്ഞു, എന്നോട് ക്ഷമിക്കൂ മകനെ, എന്നെ വിട്ട് നീ പോകരുത്. എന്നാൽ നചികേതസ് അച്ഛനായ വാജശ്രവസിന് യാത്ര പറഞ്ഞ് യമലോകത്തേക്ക് യാത്രയായി. നീണ്ട യാത്രയ്ക്ക് ഒടുവിലായി യമലോകത്ത് എത്തിയ നചികേതസ് യമദേവനെ കാത്തുനിന്നു. എന്നാൽ യമദേവൻ പ്രത്യക്ഷപ്പെട്ടതേയില്ല. അങ്ങനെ 3 ദിവസം നചികേതസ് യമദേവന്റെ കൊട്ടാരത്തിന് മുന്നിലായി കാത്തുനിന്നു. ഈ 3 ദിവസവും നചികേതസ് ഒന്നും കഴിക്കുകയോ വെള്ളം പോലും കുടിക്കുകയോ പോലും ചെയ്യാതെയാണ് യമദേവനെ പ്രതീക്ഷിച്ചു നിന്നത്. 3 നാൾ കഴിഞ്ഞിട്ടാണ് തൻ്റെ കൊട്ടാരത്തിന് മുന്നിൽ കാത്തു നിൽക്കുന്ന ബാലനെ യമദേവൻ ശ്രദ്ധിച്ചത്. ദേവന്മാരിൽ തന്നെ ഏറ്റവും ധർമ്മിഷ്ഠനായ, ധർമ്മത്തിൻ്റെ തന്നെ ദേവനായ യമധർമ്മൻ നചികേതസിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് അവനോട് ചോദിച്ചു, നീ ആരാണ് ബാല? നീ എന്തിനാണ് ഇവിടെ വന്നത്? നചികേതസ് പറഞ്ഞു, ഞാൻ നചികേതസാണ്, വാജശ്രവസിൻ്റെ പുത്രൻ. ഞാൻ 3 ദിവസമായി അങ്ങയെ കാണുവാനായി ഇവിടെ കാത്തു നിൽക്കുകയായിരുന്നു. യമധർമ്മൻ അത്ഭുതത്തോടെ ചോദിച്ചു, 3 ദിവസമായി നീ എന്നെ പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുകയായിരുന്നുവെന്നോ? എന്നോട് ക്ഷമിക്കൂ പുത്ര, ഞാൻ നിന്നെ ശ്രദ്ധിച്ചതേയില്ല. നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? നചികേതസ് പറഞ്ഞു, ഇല്ല ദേവ. യമധർമ്മന് അത് കേട്ട് വളരെ വിഷമമായി. ഈ ബാലൻ തൻ്റെ അതിഥിയാണ്. അവൻ 3 ദിവസമായി തന്നെ കാണുവാനായി കാത്തു നിൽക്കുന്നു, ജലപാനം പോലും ചെയ്യാതെ. അതിഥി ദേവോ ഭവ എന്നാണല്ലോ. അതിഥികൾ ദൈവത്തെ പോലെയാണ്. തൻ്റെ അതിഥിയായ ഈ ബാലനെ വേണ്ടവിധം സ്വീകരിക്കുവാൻ കഴിയാതെ പോയതിൽ വിഷമം തോന്നി അതിന് പ്രായശ്ചിത്തമെന്നോണം യമദേവൻ നചികേതസിനോട് പറഞ്ഞു, പുത്ര, 3 ദിവസം ജലപാനം പോലും ഇല്ലാതെ നീ എനിക്ക് വേണ്ടി കാത്തുനിന്നതിന് പകരമായി ഞാൻ നിനക്ക് 3 വരങ്ങൾ തരാം. പറയൂ, നിനക്ക് എന്ത് വരമാണ് വേണ്ടത്? നചികേതസ് പറഞ്ഞു, എൻ്റെ പിതാവിന് എന്നോട് യാതൊരുവിധ നീരസമോ ദേഷ്യമോ തോന്നുവാൻ പാടില്ല. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹം എന്നെ സന്തോഷത്തോടെ സ്വീകരിക്കണം. അദ്ദേഹത്തിന് മനസമാധാനം ലഭിക്കണം. രാത്രി സുഖമായി ഉറങ്ങുവാൻ എൻ്റെ അച്ഛന് കഴിയണം. ചെറുപുഞ്ചിരിയോടെ യമദേവൻ പറഞ്ഞു, തഥാസ്തു. രണ്ടാമതായി എന്ത് വരമാണ് നിനക്ക് വേണ്ടത് പുത്ര? നചികേതസ് പറഞ്ഞു, സ്വർഗത്തിൽ വിശപ്പും ദാഹവുമില്ല. ദുഃഖങ്ങളോ രോഗങ്ങളോ ജരാനരകളോ സങ്കടങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എല്ലാവരും സ്വർഗത്തിൽ സുഖമായി കഴിയുന്നു. എങ്ങനെയാണ് സ്വർഗത്തിലെത്തുക? സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അനുഷ്ഠിക്കാറുള്ള നിഗൂഢമായ അഗ്നിവിദ്യ എനിക്ക് പറഞ്ഞു തന്നാലും ദേവ. യമദേവൻ പറഞ്ഞു, അഗ്നിവിദ്യ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പുത്ര. അതിലൂടെ നിനക്ക് സ്വർഗത്തിലെത്തിച്ചേരുവാൻ കഴിയുകയും ചെയ്യും. സ്വർഗപ്രാപ്തിക്ക് വേണ്ടി നടത്തുന്ന അഗ്നിവിദ്യ ഇന്നു മുതൽ നിന്റെ പേരിൽ അറിയപ്പെടും. ഇന്നു മുതൽ ആ അഗ്നി നചികേതാഗ്നി എന്ന പേരിൽ അറിയപ്പെടും. മൂന്നാമതായി എന്ത് വരമാണ് നിനക്ക് വേണ്ടത് എന്ന് പറയൂ. നചികേതസ് പറഞ്ഞു, ചിലർ പറയുന്നു മരണത്തിന് ശേഷം ജീവിതമുണ്ടെന്ന്. മറ്റു ചിലർ പറയുന്നു മരണമാണ് എല്ലാത്തിൻ്റെയും അവസാനമെന്ന്. ആർക്കും തന്നെ കൃത്യമായി അറിയുകയില്ല മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന്. അങ്ങ് എനിക്ക് മരണത്തിൻ്റെ രഹസ്യം പറഞ്ഞു തന്നാലും, മരണത്തിന് ശേഷം എന്താണ് സംഭവിക്കുന്നത് എന്ന് അങ്ങ് എനിക്ക് പറഞ്ഞു തന്നാലും. നചികേതസിന്റെ 3ാമത്തെ വരം കേട്ട് യമധർമ്മൻ അങ്കലാപ്പിലായി.
യമദേവൻ ബാലനായ നചികേതസിൽ നിന്നും ഇത്രയും ദുഷ്കരമായ ചോദ്യം പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. യമദേവൻ നചികേതസിനോട് പറഞ്ഞു, പുത്ര, ദേവന്മാർക്ക് പോലും മരണത്തിന്റെ രഹസ്യം അറിയുകയില്ല. അത് എളുപ്പം മനസ്സിലാക്കുവാൻ കഴിയുന്ന ഒന്നുമല്ല. നീ മറ്റെന്തെങ്കിലും ആവശ്യപ്പെട്ടാലും ഈ ദുർഘടാവസ്ഥയിൽ നിന്നും നീ എന്നെ മോചിപ്പിച്ചാലും. നചികേതസ് പറഞ്ഞു, മറ്റ് ദേവന്മാർക്ക് പോലും എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം അറിയുകയില്ലെങ്കിൽ അങ്ങ് തന്നെ എനിക്ക് അതിനുള്ള ഉത്തരം പറഞ്ഞു തന്നാലും ദേവ, എനിക്ക് ഈ ചോദ്യത്തിൻ്റെ ഉത്തരം അറിയുക തന്നെ വേണം. മരണത്തിൻ്റെ ദേവനായ അങ്ങയ്ക്ക് മാത്രമേ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം പറയുവാൻ കഴിയുകയുള്ളൂ. ദയവ് ചെയ്ത് മരണത്തിൻ്റെ രഹസ്യം എനിക്ക് പറഞ്ഞു തന്നാലും. യമധർമ്മൻ ആലോചിച്ചു. മരണത്തിൻ്റെ രഹസ്യം നിഗൂഢമാണ്. അത് അറിയുവാനുള്ള അർഹത ഈ ബാലനുണ്ടോ എന്ന് ആദ്യം മനസ്സിലാക്കണം. യമധർമ്മൻ പറഞ്ഞു, പുത്ര, നീ മറ്റ് എന്ത് വരം വേണമെങ്കിലും ചോദിച്ചുകൊള്ളൂ, ഞാൻ നിനക്ക് നൽകാം. ദീർഘായുസ് വേണമോ നിനക്ക്? അളവില്ലാത്ത സമ്പത്ത്, ഭൂമി, പശുക്കൾ, സ്വർണം, ആനകൾ, രാജപദവി, സുന്ദരിമാരായ അപ്സരസുകൾ, നിനക്ക് എന്ത് വേണമെന്ന് പറയൂ. പക്ഷേ എന്നോട് മരണത്തിന് ശേഷം എന്ത് എന്ന് മാത്രം നീ ചോദിക്കരുത്. അത് മഹാരഹസ്യമാണ്. നചികേതസ് പറഞ്ഞു, ദേവ, ലൗകിക സുഖങ്ങളോട് എനിക്ക് ആസക്തിയില്ല. ഞാൻ ആഗ്രഹിക്കുന്നത് അറിവാണ്. സമ്പത്തിനും ഭൂമിക്കും സുഖ സൗകര്യങ്ങൾക്കുമെല്ലാം താൽക്കാലികമായ സുഖമേ നൽകുവാൻ കഴിയുകയുള്ളൂ. അവ ഇന്നല്ലെങ്കിൽ നാളെ ക്ഷയിച്ച് ഇല്ലാതാവുകയും ചെയ്യും. എൻ്റെ ചോദ്യത്തിന് ഉത്തരം നൽകിയാലും ശാശ്വതമായ അറിവ് മാത്രമാണ് ഞാൻ കാംക്ഷിക്കുന്നത്. നചികേതസിൻ്റെ ഉത്തരം കേട്ട് സംപ്രീതനായ യമദേവൻ പറഞ്ഞു, നചികേത, 2 വഴികളാണ് മനുഷ്യരുടെ മുന്നിലുള്ളത്. ആദ്യത്തെ വഴി ആത്മബോധത്തിൻ്റെ വഴിയാണ്. ജ്ഞാനികൾ ആ വഴിയാണ് തിരഞ്ഞെടുക്കുന്നത്. അവർ പരമമായ അറിവ് നേടുന്നു, ബ്രഹ്മത്തെ പ്രാപിക്കുന്നു. ജനന മരണ പുനർജന്മ ചക്രത്തിൽ നിന്നും അവർ രക്ഷപ്പെടുന്നു. രണ്ടാമത്തെ വഴി ലൗകിക ജീവിതത്തിൻ്റെതാണ്. ചെറു പ്രാണികൾ അഗ്നിയിലേക്ക് ആകൃഷ്ടരായി അതിലേക്ക് ചെന്ന് വീണ് കരിഞ്ഞു പോകുന്നത് പോലെ മനുഷ്യർ ലൗകിക ജീവിതം എന്ന മായയിൽ മുങ്ങിത്താണ് പോകുന്നു. അവർ സുഖത്തെ തേടുന്നു. ഒരിക്കലും ഒടുങ്ങാത്ത ജനന മരണ പുനർജന്മ ചക്രത്തിൽ അകപ്പെട്ടു പോകുന്നു. യമധർമ്മൻ തുടർന്നു, ഒരുവൻ മരിക്കുമ്പോൾ അവൻ്റെ ശരീരം മാത്രമാണ് നശിക്കുന്നത്. ആത്മാവിന് ജനനവുമില്ല, മരണവുമില്ല. നചികേതസ് ചോദിച്ചു, ശരീരവും ആത്മാവും അപ്പോൾ ഒന്നല്ലേ ദേവ? യമദേവൻ പറഞ്ഞു, അല്ല, രഥത്തിൽ യജമാനൻ എന്ന പോലെയാണ് ശരീരത്തിൽ ആത്മാവ്. നചികേതസ് ചോദിച്ചു, അങ്ങനെയെങ്കിൽ ആത്മാവ് തന്നെയാണോ ബുദ്ധി? യമദേവൻ പറഞ്ഞു, അല്ല, ഞാൻ വിശദീകരിക്കാം. യജമാനനും തേരാളിയും ഇരിക്കുന്ന കുതിരകളെ ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു രഥം നീ സങ്കല്പിക്കുക. രഥമാണ് ശരീരം. ആ രഥത്തിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ യജമാനനാണ് ആത്മാവ്. രഥം തെളിയിക്കുന്ന തേരാളിയാണ് ബുദ്ധി അല്ലെങ്കിൽ വിവേകം. രഥത്തിൽ കെട്ടിയിരിക്കുന്ന കുതിരകളാണ് നമ്മുടെ ഇന്ദ്രിയങ്ങൾ. കുതിരകളാകുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ് മനസ്സ്. ഇന്ദ്രിയങ്ങൾ നമ്മുടെ ശ്രദ്ധ ഇല്ലാതെയാക്കുന്നു. കണ്ണിലൂടെ നമ്മൾ കാഴ്ചകൾ കാണുന്നു, മൂക്കിലൂടെ ഗന്ധവും, കാതിലൂടെ ശബ്ദവും, നാവിലൂടെ രുചിയും, ത്വക്കിലൂടെ സ്പർശവും നമ്മൾ അറിയുന്നു. ഇവ കുതിരകളാണ്. കടിഞ്ഞാണ് ഇല്ലാത്ത കുതിരകൾ അവയ്ക്ക് തോന്നിയ ദിക്കിലേക്ക് ഓടിയാൽ രഥം ലക്ഷ്യസ്ഥാനത്ത് എത്തുകയില്ല. ഇന്ദ്രിയങ്ങൾ ആവുന്ന കുതിരകളെ നിയന്ത്രിക്കുന്ന കടിഞ്ഞാണാണ് നമ്മുടെ മനസ്സ്. മനസ്സാകുന്ന കടിഞ്ഞാണ് ഉപയോഗിച്ച് ഇന്ദ്രിയങ്ങളാകുന്ന കുതിരകളെ നിയന്ത്രിക്കേണ്ടത് തേരാളിയായ ബുദ്ധിയുടെയും വിവേകത്തിൻ്റെയും കർത്തവ്യമാണ്. വിവേകമില്ലാത്ത മനുഷ്യന് മനസ്സിനെ നിയന്ത്രിക്കുവാൻ കഴിയുകയില്ല. അങ്ങനെയുള്ളവൻ ഇന്ദ്രിയങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്ന മായിക ലോകത്ത് സ്വയം മറന്നു കഴിയുന്നു, അവിടെ അകപ്പെട്ടു പോകുന്നു. അങ്ങനെയുള്ളവന് ജീവിത ലക്ഷ്യം കാണുകയില്ല, അവൻ ബ്രഹ്മത്തെ അറിയുകയില്ല. എന്നാൽ വിവേകിയായ മനുഷ്യനാകട്ടെ ഇന്ദ്രിയങ്ങളെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് ജീവിക്കുന്നു. തേരാളിയാൽ നിയന്ത്രിക്കപ്പെടുന്ന കുതിരകൾ വലിക്കുന്ന രഥം യജമാനനെ ലക്ഷ്യസ്ഥാനത്ത് എത്തിക്കുന്നത് പോലെ ബുദ്ധിയാൽ നിയന്ത്രിക്കപ്പെടുന്ന മനസ്സിലൂടെ ഇന്ദ്രിയങ്ങളെ നിലക്കി നിർത്തുന്ന വ്യക്തി ബ്രഹ്മത്തെ അറിയുന്നു, അവൻ മോക്ഷത്തെ പ്രാപിക്കുന്നു. യമദേവൻ തുടർന്നു, നചികേത, ആത്മാവ് ജനിക്കുന്നുമില്ല, മരിക്കുന്നുമില്ല. മുഷിഞ്ഞ വസ്ത്രം മാറി നമ്മൾ പുതിയ വസ്ത്രം ധരിക്കുന്നത് പോലെ മരണാനന്തരം ആത്മാവ് ജീർണിച്ച ശരീരം വിട്ട് പുതിയ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നു. എല്ലാ ആഗ്രഹങ്ങളെയും വെടിയുവാൻ കഴിയുന്ന മനുഷ്യന് ലൗകിക ജീവിതമെന്ന മായയിൽ അകപ്പെട്ടു പോകാതെ ബ്രഹ്മത്തിൽ അലിഞ്ഞു ചേരുവാനും കഴിയുന്നു. അങ്ങനെ നചികേതസ് യമദേവനിൽ നിന്നും മരണത്തിൻ്റെ രഹസ്യം മനസ്സിലാക്കി. നചികേതസ് യമദേവനെ താണുവണങ്ങി. യമദേവന്റെ അനുഗ്രഹം വാങ്ങി നചികേതസ് തിരിച്ച് വാജസ്രവസിന്റെ സമക്ഷമെത്തി. ശിഷ്ടകാലം നചികേതസ് താൻ നേടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്ത് ജീവിച്ചു. ഇതാണ് നചികേതസിന്റെ കഥ.
ഈ കഥയിൽ നചികേതസ് യമദേവനെ അന്വേഷിച്ചു പോവുകയാണെങ്കിൽ, സത്യവാൻ സാവിത്രിയുടെ കഥയിൽ ബുദ്ധിശാലിയായ സാവിത്രി യമദേവനിൽ നിന്നും സ്വന്തം ഭർത്താവിൻ്റെ ജീവൻ തിരിച്ചു നേടിയെടുത്തവളാണ്. സാവിത്രിയുടെ കഥയും ഞാൻ മുൻപത്തെ ഭാഗങ്ങളിലായി പറഞ്ഞിട്ടുള്ളവയാണ്. വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തൽക്കാലം ഇന്നത്തെ ഭാഗം ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കാതിരിക്കുക. നന്ദി.